ഹലോ, ഇവളിത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഇപ്പം ചിന്തിക്കുന്നത്. ഓക്കെ, ഞാൻ പറയാം. ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഒരു കേക്ക് കൂടെ മേടിക്കാൻ വേണ്ടി പോകണം. ഞങ്ങളിത് ഈ കാണുന്ന ബേക്കറിയിൽ നിന്നാണ് നമ്മൾ കേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ന്യൂ ഇയറിൻ്റെ ചെറിയ പാർട്ടി പ്രോഗ്രാംസൊക്കെ നടക്കുന്ന കാർണിവൽ സ്റ്റേജും കാര്യങ്ങളുമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പത്തനംതിട്ടയാണ്. ഇപ്പം അടുത്ത ഒരു 2 കാർണിവൽ പ്രോഗ്രാംസ് പത്തനംതിട്ട നടന്നിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡാണ്. അപ്പം അതിൻ്റെ എന്താ പറയുക, ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ആ പാപ്പാനിയെ ഉടനെയധികം കത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം കണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ പഠിച്ച സ്കൂളാണ്. 1 മുതൽ 7 വരെ പഠിച്ച എൻ്റെ സ്കൂളാണ്. അങ്ങനെ ഞങ്ങൾ ഗിഫ്റ്റും കേക്കുമായിട്ട് ഇതുണ്ട് തിരിച്ച് വീട്ടിൽ വന്ന്. അപ്പോൾ എന്തായിരിക്കും നല്ല വിചാരിക്കുന്നത്. അപ്പം വേറെ ഒന്നുമല്ല, കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയുടെയൊക്കെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ്. പറഞ്ഞിട്ടില്ലായിരുന്നു, അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 34ാമത് അമ്മയുടെ അച്ഛൻ്റെയും 34ാമത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 31-ാം തീയതി അങ്ങനെ കഴിഞ്ഞു പോയി. അങ്ങനെ ചെറിയൊരു കേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. അപ്പം 1/2 kgയുടെ ഒരു കേക്ക് പറഞ്ഞു. പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഉടനെ കാണിക്കാമേ. അപ്പം ആ കേക്ക് ഇടത്തും വലത്തും എല്ലാം നിന്നുള്ള വീഡിയോസാണ്. 2 പേരൂടെ പ്രതീക്ഷിച്ചില്ല, ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു കേക്ക് ഉണ്ട് എന്നുള്ള കാര്യം. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് വേഗം ടപ്പേന്ന് പറഞ്ഞിട്ട് അമ്മ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അച്ചാച്ചനും ഇരിക്കുക. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. 34 വർഷം അടിയും ഇടിയും വെള്ളപ്പൊക്കമായിട്ട് ഇങ്ങനെ കടന്നു പോയി. പിന്നെ 2 പേർക്ക് ഷുഗറുണ്ട്. അതുകൊണ്ട് പിന്നെ കുറച്ചേ മതിയെന്ന് അവർ തന്നെ തീരുമാനിച്ചു. കാര്യം എന്തെങ്കിലും വന്നാൽ അവർ തന്നെ അനുഭവിക്കണമല്ലോ. അങ്ങനെ കേക്കൊക്കെ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. പിന്നെ നമ്മളെ വിളിച്ച്, നിങ്ങൾ വാ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വിളിച്ച് പിന്നെ ഞങ്ങളും കേക്കൊക്കെ ഷെയർ ചെയ്തു. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ റോസ് കൊച്ച് എന്ത് ചെയ്യുന്നല്ലേ. റോസ് കൊച്ച് അവിടെ അടങ്ങി തന്നെ ഇരിപ്പുണ്ട്. ക്യാമറയിൽ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആൾ താഴെ തന്നെ നമ്മുടെ ചുറ്റോട്ടത്തും കറങ്ങി നിൽപ്പുണ്ട്. പിന്നെ കേക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രസം. ഇതൊക്കെയല്ലേ ഒരു തമാശ എന്ന് പറയുന്നത്. അന്നേരം അമ്മ പറഞ്ഞെടി ഞങ്ങൾക്കൊരു ഉമ്മയും കൂടെ തന്നിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഉമ്മയൊക്കെ കൊടുത്തു. അമ്മ ദാണ്ട് വരുന്നത് നിങ്ങളുടെ താരം. അവൾക്ക് പിന്നെ കേക്ക് നമ്മൾ കൊടുത്തു. അവൾ കഴിക്കത്തില്ല എന്നറിയാം, എന്നിരുന്നാലും നമ്മൾ കൊടുത്തു. പിന്നെ വീണ്ടും അമ്മ കേക്കൊക്കെ കൊടുത്ത്. അമ്മ എന്താ പറയുക, സന്തോഷം കൊണ്ടുള്ള ഒരു ഇതെന്ന് പറയത്തില്ല, ഒരു ഫീലുണ്ടായിരുന്നു നമ്മുടെ മുഖത്തത് കാണാനുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാര്യം ഒന്നും പ്രതീക്ഷിച്ചില്ല. പിന്നെ പിടിച്ചൊക്കെ ഉമ്മ വന്ന് കാര്യം നമ്മൾ പറയാതെ നമ്മൾ ചെയ്ത. മറ്റേത് ഞാൻ പോയ വർഷങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ കേക്ക് പറഞ്ഞിട്ടുണ്ട്, റെഡി ആയിട്ടിരിക്കണം. ഇത് ഞാൻ പറഞ്ഞില്ല. പിന്നെ അങ്ങനെ 2 പേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പിടിച്ചിരുത്തി. അപ്പം ഞങ്ങൾ 5 പേരേ ഉള്ളായിരുന്നു. ഈ വർഷത്തെ വെഡിങ് ആനിവേഴ്സറി ദൈവം അനുഗ്രഹിച്ച് നല്ലതായിട്ട് നടന്നു. എൻ്റെ മോനും മോളും ഞങ്ങളറിയാതെ ഒരുക്കിയതാണ് വെഡിങ് ആനിവേഴ്സറി. ഞങ്ങളും അവർ വീട്ടിൽ വന്നതിന് ശേഷമാണ് അറിയുന്നത്. ദൈവം അവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പിന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പെരുന്തേനരുവി പോയ സമയത്ത് അമ്മയുടെ അച്ഛൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന്. അപ്പം ഞാനോർത്ത് ഇത് തന്നെ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന്. അമ്മ ഇത് കണ്ടപ്പോൾ അമ്മയ്ക്ക് നല്ല ഫീലായി, സങ്കടമൊക്കെ ആയി, കരയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളൊരു ഷവായൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ച് നമുക്ക് 31-ാം തീയതി ആണല്ലോ. അപ്പം വൈകിട്ട് പള്ളി പ്രാർത്ഥന ആരാധനയുണ്ട്. അപ്പോൾ അതിന് പോകണമായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് റോസും നമ്മുടെ ഇന്ന് ചിക്കനൊക്കെ മേടിച്ച് കഴിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ പിന്നെ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ വിശേഷം ഇതായിരുന്നു. അമ്മയുടെ അച്ചാച്ചൻ്റെയും 34ാമത് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു.